നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റവും ശക്തമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടലുകൾ നടക്കുന്നത് നമുക്ക് കാണുവാനിടയായി തീരും. അതാണ് പുതിയ നിയമത്തിന്റെ പ്രാർത്ഥന. ഈശോ പഠിപ്പിച്ചില്ലേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് പുതിയ നിയമത്തിലൂടെ ഈശോയുടെ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് റോമ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് കരുത്ത് നൽകുന്ന പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് ഈശോയിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മകനാണ് മകളാണെന്നുള്ള കോൺഫിഡൻസിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ആ ഒരു കോൺഫിഡൻസിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. എന്റെ അപ്പനോടാണ് ഞാൻ സംസാരിക്കുന്നത്, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും, ആ പിതാവ് എന്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഉറപ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാകും. ആമേൻ.